ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പ്രസവരക്ഷയ്ക്ക് പോയതാണ് കേട്ടോ. 9 മാസത്തെ ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു റെജുവിനേഷൻ കിട്ടാൻ വേണ്ടി പ്രസവരക്ഷ എന്തുകൊണ്ടൊരു അത്യാവശ്യ കാര്യം തന്നെയാണ്. പണ്ടൊക്കെ വീട്ടിൽ ചെയ്തിരുന്നത് ഇപ്പോൾ വീട്ടിലെ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കണക്കിലെടുത്ത് എല്ലാവരും ഓരോ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പോയാണല്ലോ ചെയ്യുന്നത്. എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ 2 വീക്സ് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ 1.5 ആഴ്ച ആയപ്പോൾ തന്നെ സ്റ്റിച്ച് ചെറുതായിട്ട് ഒരു പഴുക്കുന്ന ലക്ഷണം കാണിച്ചത് കൊണ്ട് പിന്നെ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. ട്രിവാൻഡ്രത്തുള്ള സഞ്ജീവനി സിദ്ധ ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ നല്ല റിവ്യൂസും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് പോയത്. ചെന്നപ്പോൾ തന്നെ ഒരു വാം വെൽക്കം ആരതിയൊക്കെ ഒഴിഞ്ഞ് അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ലൊരു പ്ലസന്റ് ആൻഡ് ഹാപ്പി മൂഡായിരുന്നു. എല്ലാ സ്റ്റാഫ്സും ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ സ്വീകരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മുടെ അലോട്ട് ചെയ്ത റൂമിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു റൂം തന്നെയായിരുന്നു. ബെഡും അതുപോലെ ബെഡും എല്ലാം ഉണ്ടായിരുന്നു. നല്ല വിൻഡോയിലൂടെ കാഴ്ചയൊക്കെ പുറത്ത് കാണാനും നല്ലൊരു കോറിഡോർ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉച്ചയോട് അടുപ്പിച്ചാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെന്നപ്പോഴും ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ റൂമിൽ ലഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് റൂമിൽ ചെന്നപ്പോൾ തന്നെ അവരെല്ലാ കാര്യങ്ങളും എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് കൂടെ ചെയ്യാനായിട്ട് ജിസ്ന ഉണ്ട്. അതാണ് ജിസ്ന. പിന്നെ ആർദ്രയുണ്ട്. ആർദ്ര, ഇവർ രണ്ടും കൂടെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണത്. ജിസ്ന ഫുള്ളായിട്ട് ചെയ്യും, ആർദ്ര ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ 11 ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തത് ഇവിടെ. ഫസ്റ്റ് ഹെഡ് മസാജ്, പിന്നെ എണ്ണ ഇട്ടുള്ള ഒഴിച്ചിൽ, ബോഡി മസാജ്, ഫേസ് മസാജ്, ഫേസ് പാക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ രീതിക്ക് നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം ഓയിൽ വെച്ചിട്ട് ഹെഡ് മസാജാണ് ചെയ്യുന്നത്. നമ്മളിനി തല കുളിക്കാത്ത ദിവസമാണെങ്കിൽ അവർ ഹെഡിൽ ഓയിൽ വെക്കില്ല, ഡ്രൈ മസാജായിട്ട് ഹെഡിൽ ചെയ്യും. അപ്പോൾ ഓയിൽ വെച്ച് നല്ലതുപോലെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്ത് അവരുടെ ഒരു കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട് ഹെഡിൽ ചെയ്യുന്ന, അങ്ങനെ അതെല്ലാ കാര്യങ്ങളും ചെയ്യും. മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ. ഡെയിലി നമുക്ക് ആരെങ്കിലും ഇതുപോലെ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാര്യം അത്ര നല്ല സുഖമാണ് നമുക്ക് ഹെഡ് മസാജ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ നമുക്ക് നെക്ക് മസാജാണ് ചെയ്യുക. നെക്ക് മസാജൊക്കെ ഓയിലിട്ട് നല്ലതുപോലെ ചെയ്യും. പ്രഷറൊക്കെ നല്ല റിലീഫ് ആവുന്നൊരു ഫീലാണ്. നെക്ക് മസാജ് ഇരുത്തിയൊക്കെ ചെയ്ത ശേഷം നമ്മൾ പിന്നെ പാത്തിയിൽ കിടത്തിയിട്ട് കയ്യിലൊക്കെ ഓയിലിട്ട്, ഇതിന് അഭ്യംഗം ഒഴിച്ചില്ലെന്നാണ് പറയുക. കയ്യിലും കാലിലും ബോഡിയിലും ഒക്കെ ഫുള്ള് ഓയിലിട്ടിട്ട് അത് വെച്ചിട്ട് അവർ കുറേ നേരം മസാജൊക്കെ ചെയ്യും. നല്ലതുപോലെ മസാജ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം മസാജിങ് തന്നെ നമുക്ക് ബോഡിയിൽ ഫുള്ള് ചെയ്യും. പിന്നെ നേരെ ഫേസിലോട്ടാണ്. ഫേസിൽ ആദ്യം ജെൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നല്ലതുപോലെ ഫേഷ്യൽ മസാജൊക്കെ കൊടുക്കും. കവിളിലും നെറ്റിയിലും ഐബ്രോസിലും എല്ലായിടത്തും നല്ലതുപോലെ ഫേഷ്യൽ മസാജ് ചെയ്യും. ഫേഷ്യൽ മസാജ് ചെയ്ത ശേഷമാണ് നമുക്ക് ഫേസ് പാക്ക് ഇടുക. അലോവേര ജെല്ല് വെച്ചാണ് കേട്ടോ ഫേസ് മസാജ് ചെയ്യുന്നത്. നല്ലൊരു തണുത്ത ഫീലാണ് ജെല്ല് ഇടുമ്പോഴത്തേക്ക് തന്നെ. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫേസിനൊക്കെ ഒരു നല്ലൊരു റെജുവിനേഷൻ ആയിട്ട് നല്ലതുപോലെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് നേരെ ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുക. അത് അവരുടെ തന്നെ ഒരു പ്രൊഡക്റ്റായ ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്.
ഫേസ് പാക്ക് നമ്മൾ പിന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഫുള്ള് ഫേസ് പാക്ക് ഇട്ടിരിക്കും. അപ്പോൾ നല്ലതുപോലെ ഫേസിൽ അബ്സോർബ് ആവും. ആ ടൈമിലേക്ക് നമുക്കടുത്ത കിഴി ഇടാനായിട്ട്, ഏലക്കിഴിയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക്. കിഴി ഇടാനായിട്ടുള്ള എണ്ണയൊക്കെ അവർ ചൂടാക്കിയിട്ട് പിന്നെ അടുത്ത കിഴിയിലേക്കാണ് പോകുന്നത്. ഫുൾ ബോഡി തന്നെയാണ് കിഴി ഇടുക. അഭ്യംഗവും കിഴിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബോഡിയിലുള്ള നീർക്കെട്ടും വേദനയും കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ കുറയും. അതിന് വേണ്ടിയിട്ടാണ് കിഴിയും അഭ്യംഗമൊക്കെ ചെയ്യുന്നത്. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കാലിൽ നീരൊന്നും ഇല്ലായിരുന്നു. കാര്യം ഞാൻ ഒരുപാട് കാലിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി. അതുകൊണ്ട് തന്നെ കാലിൽ ഒരുപാട് നീർക്കെട്ടൊന്നും വന്നില്ല. പക്ഷെ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ചക്കകത്ത് തന്നെ കാലിൽ നല്ലതുപോലെ നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറാനായിട്ട് പ്രസവരക്ഷ ഒരുപാട് ഹെൽപ്പായി. പിന്നെ നമുക്ക് ഈ കിഴിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത മഞ്ഞൾ തേപ്പാണ്. അതായത് ഫുൾ ബോഡി പാക്ക് എന്ന് പറയും. അപ്പോൾ ബോഡി ഫുള്ള് നമുക്ക് മഞ്ഞൾ നല്ലതുപോലെ ബോഡിയിൽ ഫുള്ള് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് ആ മഞ്ഞൾ നല്ലതുപോലെ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യും ബോഡിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നേരെ സ്റ്റീമാണ് ചെയ്യുക. നമുക്ക് ഈ ബോഡിയിൽ ചെയ്ത ട്രീറ്റ്മെൻ്റ് എല്ലാം എഫക്റ്റീവ് ആവുന്നത് നമ്മളെ സ്റ്റീമിലിരുത്തി വേർപ്പിക്കുമ്പോഴാണ്. സ്റ്റീം കഴിഞ്ഞ ശേഷം നേരെ നമ്മളിപ്പോൾ കുളിക്കും. വേദവെള്ളത്തിലാണ് കുളിക്കുക. കുളിച്ച് വന്ന ശേഷം ഉച്ചയിൽ രാസ്നാദി വെക്കും. നമുക്ക് രാവിലെയും വൈകുന്നേരം വേദകുളിയുണ്ട്. രാവിലെ തല കുളിക്കും, വൈകുന്നേരം മേൽ മാത്രം വേദവെള്ളത്തിൽ കുളിക്കുകയാണ് ചെയ്യുക. രാവിലെ കുളിച്ച് കഴിഞ്ഞ ശേഷം മുടിയിൽ കേശധൂപനമൊക്കെ ചെയ്യും. മുടിയിൽ കായ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അഞ്ജനം കരി എഴുതും. അപ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഫ്രഷ് ഫീലാണ് കേട്ടോ. ഞാനങ്ങനെ കരി ഭയങ്കരമായിട്ട് എഴുതുന്ന കൂട്ടത്തിലല്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കരി എഴുതാനായിട്ട് നല്ല എന്തോ ഒരു താല്പര്യം തോന്നി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഹെർബൽ സ്മോക്കാണ് കേട്ടോ നമുക്ക് ഇൻഹെയിൽ ചെയ്യാനായിട്ട് തരും. പിന്നെ നേരെ റൂമിൽ വന്നപ്പോഴത്തേക്ക് വാവ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. ഞാൻ പാല് പമ്പ് വെച്ചിട്ട് പോവുമെങ്കിലും അവനത് കുടിച്ചിട്ടും കരഞ്ഞുകൊണ്ടിരിക്കും കുറച്ച് നേരം. അങ്ങനെ ഞാൻ ഓടി വന്നിട്ട് പാലൊക്കെ കൊടുത്ത് അവനെ കുറച്ച് ഉറക്കി. ഇത് നമ്മൾ ലാസ്റ്റ് ഡേ റിട്ടേൺ വരുന്ന അന്ന് എടുത്ത വീഡിയോ ആണ്. നമ്മളങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ആള് കയ്യിരുന്ന് നല്ല ഉറക്കമായിരുന്നു. നമ്മൾ റെഡിയാക്കിയതൊന്നും അറിഞ്ഞില്ല ആള്. അങ്ങനെ നമ്മുടെ 11 days ട്രീറ്റ്മെൻറ്റ് നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റിട്ടേൺ വരാനായിട്ട് ഇറങ്ങി. അങ്ങനെ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ ഞങ്ങളിതാ വീട്ടിലെത്തി. ഞാൻ കുളിച്ച് ഒക്കെ ഇരിക്കുകയാണ്. അവിടെ എല്ലാ ദിവസവും സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ അതിൽ ഒരു ദിവസത്തെയാണ് ഫുള്ള് നമ്മളൊന്ന് വിഷ്വൽ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ട് ഞാൻ വാട്ട് ഈറ്റിനെ പ്രസവരക്ഷ ഡേ ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചു. അതും ഭയങ്കരമായിട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു. അത് ഞാൻ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഫുഡ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി വാവ നല്ലപോലെ ഒന്നും ഉറങ്ങത്തില്ല. അപ്പോൾ രാവിലെ ഇവർ പാലും പഴമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ ഉറക്കമായിരിക്കും. അപ്പോഴെനിക്ക് എണീച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ അമ്മയും ഞാനുമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. വേറെ ആരും ഇല്ലായിരുന്നു കൂടെ. അതിൽ വർക്കുള്ളത് കാരണം അതിൽ വീട്ടിലായിരുന്നു. ഇടയ്ക്ക് വന്നിട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തു തരാനായിട്ട് ആരും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് കംപ്ലീറ്റ്ലി എനിക്ക് ഫുൾ ലെങ്ത്തിൽ ഫുഡിൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ 7 നേരമായിട്ടാണ് ഫുഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ബൈസ്റ്റാൻഡറിന് 3 നേരവും ഈവനിങ്ങിൽ ടീ സ്നാക്ക് അങ്ങനെ 4 നേരവും അങ്ങനെയാണ് ഫുഡ് അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മണിക്ക് പാലും പഴവും കൊണ്ടുതരും എനിക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ പുട്ടും കടല, ദോശയും ചമ്മന്തിയും, ഇടിയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുവരാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കൂടെ കൊണ്ടുവരും. പിന്നെ അത് കഴിഞ്ഞ് 11 മണി സമയത്താകുമ്പോൾ നമുക്ക് കാപ്പിയും കുറുക്കും കൊണ്ടുവരും. ഒന്നുകിൽ മേ ബി അതിന് മുന്നേ ട്രീറ്റ്മെൻറ്റ് വിളിക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പോയിട്ട് വരുമ്പോഴത്തേക്ക് കാപ്പിയും കുറുക്കും കഴിക്കും. ഇല്ല അതിന് ശേഷമാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അത് കഴിച്ചിട്ടായിരിക്കും പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോവുക. പിന്നെ 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് ലഞ്ച് കൊണ്ടുവരും. ലഞ്ചിന് ശേഷം പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പം ചായ കഴിഞ്ഞിട്ട് ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ജ്യൂസോ സാലഡോ, അതായത് വെജിറ്റബിൾ സാലഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് ഡിന്നർ ചപ്പാത്തിയും കറിയും മുട്ടക്കറിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡിന്നറിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് ഒരു എഗ്ഗ് ഉണ്ടായിരിക്കും. അതായത് എനിക്ക് വേണ്ടിയിട്ട് മുട്ട വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂടുതൽ കുറിഞ്ഞ് കുഴമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും. പിന്നെ വീഡിയോ എടുക്കുന്ന വെച്ചാൽ പറ്റാതെ പോയ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇവൻ തലേദിവസം ഉറങ്ങാത്ത നമുക്ക് രാവിലെ പറ്റത്തില്ല. എണീക്കുമ്പോൾ ഒരു ടൈം ആവും, അപ്പോഴെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എണീച്ച ഉടനെ ഇവനെ പാല് പമ്പ് ചെയ്ത് വയ്ക്കും. ട്രീറ്റ്മെൻറ്റ് റൂമിൽ പോകുമ്പോഴത്തേക്ക് അപ്പോഴേ കരഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി. അപ്പം സ്റ്റാർട്ടിങ് ടൈം ആയിട്ട് പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടൈം എടുക്കും പാല് അത്രയും വരാനായിട്ട്. അങ്ങനെ പാല് പമ്പ് ചെയ്തിച്ച് അതിനുള്ള ടൈം പോവും. പിന്നെ ഞാൻ പോണതിന് മുന്നേ ഇവനെ പാല് കൊടുത്തൊന്ന് ഉറക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പോയത് കാരണം എടുക്കാൻ ഒന്നുമേ ഒരു അവസരം കിട്ടിയില്ല. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് റൂമിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് അമ്മ കൊണ്ടുവരും. ഇവൻ കരഞ്ഞ് ഭയങ്കര ബഹളം വെച്ചിട്ട് അമ്മ കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് കഴിഞ്ഞ് വരാറാവുന്ന ടൈമിൽ ഇവൻ്റെ കരച്ചിൽ മുകളിൽ വെക്കും. ഞാൻ ഓടി പഠിച്ചൊക്കെയാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് പിന്നെ പാല് കൊടുത്ത് പിന്നെ അവനെ ഉറക്കണം പരിപാടി. പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് മിക്കവാറും ദിവസം എനിക്ക് വന്ന ഉടനെ കിടക്കാൻ പറ്റാറില്ല. എല്ലാവരും പറയും വന്ന ഉടനെ കിടക്കണമെന്ന്. എനിക്ക് പറ്റാറേ ഇല്ല. മിക്കവാറും അവൻ കൈ കാണും കരച്ചിൽ പാല് കൊടുക്കണേറ്റ്. പിന്നെ അവൻ്റെ കൂടെ ഞാനും കിടന്നുറങ്ങും.
അങ്ങനെ ഭയങ്കര എക്സ്പോസ്ഡ് ഒക്കെ ആയത് കാരണം ഒന്നും വിചാരിച്ച പോലെ എടുക്കാനൊന്നും പറ്റിയില്ല, ഫുഡിൻ്റെയും ബാക്കി കാര്യങ്ങളൊന്നും. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ എന്താ പറയുക, നമുക്ക് പ്രൊമോഷനായിട്ട് വീഡിയോ ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസും കൂടെ കാണിക്കണം. നമ്മൾ വേറെ കുറേ അടുത്ത് തിരക്കിയപ്പോഴും നല്ല എമൗണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. അപ്പം അവർക്ക് അങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ഡ്രസ്സൊന്നും അങ്ങനെ ഇട്ടെടുക്കാനുള്ള അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അവരുടെ സെൻറ്റർ അറിയാമെന്നുള്ളവർക്ക് ഗൂഗിളിൽ നോക്കിയാൽ ലൊക്കേഷനൊക്കെ കിട്ടും. പിന്നെന്താ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.